പതിയെ തിന്നാൽ പനയും തിന്നാമെന്ന പഴഞ്ചൊല്ലില്ലേ, അതാണ് BJPയുടെ വിജയരഹസ്യം. ഓരോ തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഒന്നിച്ചാർത്തി കാണിക്കാനല്ല, മറിച്ച് പതിയെ പതിയെ ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുത്തായിരുന്നു ഹാട്രിക് വിജയം നേടി മോദി സർക്കാർ ഇന്ത്യ ഭരിക്കുന്നത്. അതേ തന്ത്രം ഇപ്പോൾ കേരളത്തിലും പയറ്റാനാണ് BJPയുടെ നീക്കം. ഒരു സമയത്ത് കേരളം BJPക്ക് ബാലികേറ മല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരിഹാസം. എന്നാൽ BJP അതും തിരുത്തി കുറിച്ചു. നേമത്ത് O രാജഗോപാൽ വിജയിച്ചതും സുരേഷ് ഗോപി തൃശൂർ ഇങ്ങെടുത്തതും അതിന് തെളിവാണ്. അത്തരത്തിൽ പതിയെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ കേരളത്തിൽ വേരൂന്നാൻ തയ്യാറെടുക്കുകയാണ് BJP. തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം എന്നീ 3 നഗര കോർപ്പറേഷനുകളിലെ വിജയമാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. തന്ത്രപരമായി നിർണായകമായ ചില പോക്കറ്റുകളിൽ വിജയ സാധ്യതകൾ BJP ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്, NSS, ക്രിസ്ത്യൻ ശക്തി കേന്ദ്രങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലവിൽ UDFനൊപ്പം നിൽക്കുന്ന സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. അതേസമയം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം പോലും ബാക്കിയില്ല. അതിനു മുൻപ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലൂടെ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനാണ് BJPയുടെ തീരുമാനം. ഇതെന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് BJPക്ക് നന്നായിട്ടറിയാം. എന്നാൽ നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുക എന്നതിന് തന്നെയായിരിക്കും BJP മുൻഗണന കൊടുക്കുക. അതിനുശേഷമാകും മറ്റു സീറ്റുകൾക്ക് പ്രാധാന്യം നൽകുന്നത്. കൂടാതെ മറ്റു പാർട്ടികൾക്ക് ശക്തമായ ഫൈറ്റ് നൽകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. സംസ്ഥാനത്തെ 19 ഗ്രാമപഞ്ചായത്തുകൾക്ക് പുറമെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA പാലക്കാട്, പന്തളം എന്നീ 2 മുനിസിപ്പാലിറ്റികളും ഭരിക്കുന്നുണ്ട്. നിലവിൽ NDAക്ക് സംസ്ഥാനത്തുടനീളം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി 1600ഓളം വാർഡ് അംഗങ്ങളുമുണ്ട്. അത് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും BJP അണിയറയിൽ തയ്യാറാക്കുകയാണ്. സാധാരണ രീതിക്ക് പകരമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി പാർട്ടി ഒരു പുതിയ സംഘടനാ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് വിവരം. ഇതിന്റെ തല മുഴുവൻ BJP സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറാണ്. ഒപ്പം തിരഞ്ഞെടുപ്പിനായി ഓരോ വാർഡിലും 5 അംഗ കോർ ടീമുകൾക്കും പാർട്ടി രൂപം നൽകിയിട്ടുണ്ട്. പ്രൊഫഷണലായും സമയബന്ധിതമായും വ്യവസ്ഥാപിതമായുമാണ് BJP ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. വാർഡ് തരം തിരിച്ചതുപോലും വ്യക്തമായ അല്ലെങ്കിൽ തന്ത്രപരമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും കോൺഗ്രസ് മേഖലയിലേക്ക് കടന്നു ചെല്ലുക എന്നതാണ് BJPയുടെ പ്രാഥമിക ലക്ഷ്യം. 2ാം ഘട്ടത്തിൽ CPMന് ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈഴവ, OBC, പട്ടികജാതി, ഗോത്ര വിഭാഗങ്ങൾ തുടങ്ങിയ സമുദായങ്ങളുടെ ഗണ്യമായ സാന്നിധ്യമുള്ള വാർഡുകളിലായിരിക്കും BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 2020 തിരഞ്ഞെടുപ്പിൽ NDAയുടെ വോട്ട് വിഹിതം 15%. അതിത്തവണ കുറഞ്ഞത് 20% BJPയുടെ ലക്ഷ്യം. കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം 19.23% ഉയർത്താൻ NDAക്ക് കഴിഞ്ഞിരുന്നു. കൂടാതെ പൊതു തിരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വിഹിതം 16.68%. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ ഫലം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. അതിനാൽ BJPയുടെ ഓരോ നീക്കവും ഞെട്ടിക്കുന്നതായിരിക്കും.